ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങളിവിടെ വന്നിട്ട് കാൻഡിനീസ് പ്രൊഫോങ് എഴുതി കഴിഞ്ഞായിരുന്നു. ഞാൻ B2 വരെയുള്ള അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. B2 എക്സാംസ് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് മന്ത് ഓഗസ്റ്റ് 16 എക്സാം ആയിരുന്നു കാൻഡിനീസ് പ്രൊഫോങ്. അപ്പോൾ അതും എങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാവേ. അപ്പം ഇത് കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ജോസ്മി. അപ്പോൾ ജോസ്മി ഷീന ചേച്ചി, ഞങ്ങൾ 3 പേര് ഒരു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ എക്സാം എഴുതിയപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷീന ചേച്ചി ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അപ്പം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എക്സാം എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ബവേരിയയിലാണ്. ഞങ്ങൾ ഓക്സ്ബർഗിലാണ് താമസിക്കുന്നത്. ബവേരിയ എന്നുള്ള ബുണ്ടസ്ലാൻഡ്. അപ്പം ബവേരിയയിൽ കാൻഡിനീസ് പ്രൊഫോങ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഓരോ സ്റ്റേറ്റിലുള്ളവർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ B2 എക്സാം പാസ്സായവർക്കാണ് കാൻഡിനീസ് എക്സാം എഴുതാൻ പറ്റത്തോളെന്നാണ് ഇതുവരെയുള്ള അറിവ്. അതായത് നമ്മളോട് ആദ്യമേ നമ്മുടെ എംപ്ലോയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു B2 പാസ്സായാലും മാത്രമേ നമുക്ക് കാൻഡിനീസ് പ്രൊഫോങ് എക്സാം എഴുതാൻ പറ്റത്തോളം എന്നുള്ളത്. അപ്പോൾ വേറെ പിള്ളേർക്ക് വ്യത്യസ്തമായിട്ടുള്ളവരുണ്ട്. വേറെ എംപ്ലോയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. B2 എക്സാം എഴുതാതെ കാൻഡിനീസ് അറ്റൻഡ് ചെയ്ത പിള്ളേരെ നമുക്കറിയാം. പക്ഷെ അവർക്ക് ഇതുവരെ ഊർക്കുണ്ട കിട്ടിയിട്ടില്ല. പാസ്സാകാതെ ഊർക്കുണ്ട കിട്ടത്തില്ല. അതാണ് ഒരു വ്യത്യാസം. എങ്ങനെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിന് വേണ്ടി സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു 5 മാസത്തെ കോഴ്സായിരുന്നു. 5 മാസത്തെ കോഴ്സായിരുന്നു നമ്മുടെ ഈ കാൻഡിനീസ് പ്രൊഫോങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിട്ട് വന്നവരായതുകൊണ്ട് നമുക്ക് ഇത്ര മണിക്കൂറും കൂടി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ അവർ നമ്മുടെ B2 പഠിപ്പിച്ച ആ സ്കൂളുകാർ തന്നെ നമുക്ക് ഈ 5 മാസത്തെ കോഴ്സും കൂടി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളായിട്ട് പോയിട്ട് ജോയിൻ ചെയ്തതല്ല, നമ്മൾ ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അവർ തന്നെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഈ കാൻഡിനീസിൻ്റെ ക്ലാസ്സും തന്നിട്ടുണ്ടായിരുന്നു, അല്ലയോ? അത് കഴിഞ്ഞ് 5 മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡേറ്റ് നമ്മുടെ ഈ സ്കൂളുകാർ തന്നെ എടുത്തു തന്നു. എക്സാമിന് മുമ്പ് ഒരു പ്രൂഫും ഫോർ എക്സാം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ഒരാഴ്ചത്തെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്. അതിനകത്ത് നമുക്ക് കുറേ മെറ്റീരിയൽസ് പഠിക്കാൻ, കുറേ ഡിസീസ് കണ്ടീഷൻസ് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊരു 150 കണ്ടീഷനോളം ഉണ്ടായിരുന്നു പഠിക്കാൻ. അത് നമ്മൾ കാര്യം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇംഗ്ലീഷിൽ നിന്നും ജർമ്മൻ ലാംഗ്വേജിലോട്ട്. അപ്പോൾ ഓരോ കണ്ടീഷനും വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേരുള്ള വ്യത്യാസമുണ്ട്. ഓരോ കണ്ടീഷൻ്റെയും പേര്. ഇപ്പം ചിക്കൻ പോക്സ് എന്നുള്ളത് നമ്മുടെ ഇംഗ്ലീഷിൽ ഡോച്ചിലോട്ട് വരുമ്പം വിൻഡ് പോക്കൻ എന്നുള്ളത്. നമ്മൾ ആ വിൻഡ് പോക്കൻ എന്തുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അവസാനം ഒരു ചിക്കൻ ബോക്സ് പറയുമ്പോൾ നമുക്കറിയാം ചിക്കൻ ബോക്സ് എന്താണെന്ന് അറിയാം. പക്ഷെ വിൻഡ് പോക്കൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ചിക്കൻ ബോക്സ് ആണ് അറിയില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെ അവസാനം നമുക്കൊരു സമ്മറി തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫാക്സ് പ്രാക്കയിൽ എങ്ങനെയാണ് ഓരോ കണ്ടീഷൻ്റെയും പേര്, ഓരോ ലെസൺ കഴിയുമ്പോഴും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പുതിയ വൊക്കാബുലറികൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡിനീസ് ട്രെയിനിങ്ങിനൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നമ്മുടെ പഠിപ്പിക്കുന്ന ലെയർമാർ സജസ്റ്റ് ചെയ്തെന്ന പുസ്തകങ്ങളാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടവർക്ക് മേടിക്കാം. ജോസ്മിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. എത്ര നാൾ നമ്മളിതിനു വേണ്ടി പ്രിപ്പറേഷൻ പീരീഡ് എത്രയാണെന്ന്. പ്രിപ്പറേഷൻ പീരീഡ് 5 മാസമായിരുന്നു നമ്മുടെ ക്ലാസ്. 1 വീക്ക് എക്സാം പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് 2 ആഴ്ച എടുത്തു എക്സാം ഡേറ്റ് കിട്ടാൻ. ഒരാഴ്ചത്തെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് 2 ആഴ്ച എടുത്തു, നമ്മുടെ 2-3 ആഴ്ച എടുത്തു എക്സാം ഡേറ്റ് വരാൻ വേണ്ടിയിട്ട്. അന്ന് എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ.
അപ്പം ചില സ്റ്റേറ്റിലുള്ള ആൾക്കാരോട് കണ്ടീഷൻസ് മാത്രം വെച്ചിട്ടുള്ള പ്രൂഫിംഗ് ആയിരുന്നു. ഈ കെന്റിനിസെ പ്രൂഫിങ്ങിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് മ്യൂണ്ടിലിഷയും പ്രാക്ടീഷ്യ, രണ്ടാമത്തത് പ്രാക്ടീഷ്യ. ഇപ്പം മ്യൂണ്ടിലിഷ്യക്കകത്ത് നമുക്കൊരു വൈവ പോലെയാണ് ചോദിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻ, ഒരു ഫാൾ ബൈഷ്പിൽ തരും. ഫാൾ ബൈഷ്പിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തരും. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു 10-15 ഓളം ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തുനിന്ന് നമ്മൾ ആൻസർ ചെയ്യണം. പിന്നെ പ്രാക്ടീഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിസിറ്റ് ബെഷൈഡ് പ്രകാരം, അതായത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് പ്രകാരം നമുക്ക് എത്ര മണിക്കൂറാണോ കുറവുള്ളത് അത്രയും മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ സ്കൂളുകാർ തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മൾ എത്ര പേഷ്യൻസിനെയാണ് എക്സാമിന് ചെയ്ത് കാണിക്കേണ്ടതെന്നുള്ളത് ഒരു ഡെഫിസിറ്റ് ബെഷൈഡ് പ്രകാരം നമുക്കൊരു പേപ്പർ തരും. അപ്പം ഞങ്ങൾക്ക് 4 പേഷ്യൻറ്റിനെ ആയിരുന്നു. ഞങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ ഫുൾ അവേഴ്സും ചെയ്യണമായിരുന്നു. ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത പിള്ളേരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് 2 hours എക്സാം ഉണ്ടായിരുന്നുള്ളൂ, ചിലർക്ക് 1 hour എക്സാം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പേഷ്യൻസും കുറവായിരിക്കും. ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണിച്ചാൽ മതി, ചിലർക്ക് 2 പേഷ്യൻറ്റിനെ കാണിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് 4 hours ആയിരുന്നു, മാക്സിമം 4 hours. ആ 4 hours ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നു. അങ്ങനെ 4 പേഷ്യൻസിനെ എടുക്കേണ്ട വന്നായിരുന്നു. പിന്നെ എക്സാം ഡേയിലുണ്ടായിരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്നത്. അപ്പം ജോസ്മിയുടെ എക്സ്പീരിയൻസ് പറയാം. എക്സാം ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനുള്ള ദിവസമായിരിക്കും. അപ്പം മാക്സിമം ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്, അത് കോമൺ ഫാക്ടറാണ്. പക്ഷെ നമ്മൾ തന്നെ അത് എങ്ങനെയും നമ്മൾ തന്നെ ഒന്ന് റിലാക്സ് ആകാൻ ശ്രമിക്കണം. ടെൻഷൻ കൊണ്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് ഔട്ട് ആകത്തേ ഉള്ളൂ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ. അപ്പം അത് എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നൊരു രീതിയിലൊക്കെ നമ്മൾ തന്നെ പോസിറ്റീവ് ആക്കിയെടുക്കണം. നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കിയെടുക്കണം. ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ചില പറയാം, അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാനിത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചിന്തയേ വേണ്ട. പിന്നെ കുറേ ഈ പിള്ളേരെല്ലാം ചെയ്തു അപ്പോൾ പറ്റുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാക്കി എടുക്കുക. അന്നത്തെ ഞങ്ങളുടെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അത്യാവശ്യം ഞങ്ങളടുത്ത് ഭയങ്കര ഇതായിരിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ ടെൻഷൻ ഫ്രീ ആയിരുന്നു. അത്യാവശ്യം അവർ നമ്മൾ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ചിരിക്കുന്നൊക്കെ ഉണ്ട്. ചിലവരെന്ന് പറഞ്ഞാൽ ഭയങ്കര റോഡാണ്. പക്ഷെ ഞങ്ങളുടെ എന്തോ ഭാഗ്യം, നല്ല ആൾക്കാരായിരുന്നു എക്സാമിന് വന്നത്. പക്ഷെ വൈവയ്ക്കൊക്കെ കയറിയപ്പോൾ അവർ നല്ലോണം ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. പക്ഷെ എന്നാലും നമുക്കൊരു കംഫർട്ടബിൾ ആയിരുന്നു അവര്. ആദ്യത്തെ നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുമോ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണെന്നത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ടെൻഷൻ. പക്ഷേ എക്സാമിന് അന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസ്മി പറഞ്ഞോണം തന്നെ പ്രൂഫിംഗ് വലിയ ടഫും അല്ലായിരുന്നു, എന്നാൽ ഭയങ്കര ഈസി അല്ലായിരുന്നു. നമുക്ക് അതായത് ലാംഗ്വേജ് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാക്സിമം. നമ്മൾ കാര്യം ഓൾറെഡി നഴ്സിംഗ് പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് അവർക്ക് അറിയാം, നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നും അറിയാം. അപ്പം നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ലാംഗ്വേജ് അതായത് അത്യാവശ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഉള്ളവരായിരിക്കണം. നമുക്ക് എന്താണെങ്കിലും ഇത് പറയാൻ പറ്റും. ആ സമയത്ത് നമ്മളവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം പക്ഷെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നായിരുന്നു അന്നത്തെ ദിവസം, കുഴപ്പമില്ലായിരുന്നു. അതായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം അതിന് മുമ്പേ എക്സാമിന് ഒരാഴ്ച മുമ്പേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ട്രോളി ആ ട്രോളി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം വണ്ടി നമ്മുടെ സ്റ്റേഷനിലുണ്ട്. അത് നമ്മൾ ഫുൾ എല്ലാ ടവൽസും ചെറിയ നമ്മുടെ പിന്നെ ഹാൻഡ് ഹൈജീൻ ഉള്ള സാധനം, നമുക്ക് എന്തൊക്കെ സാധനം നമ്മൾ എന്താണ് പ്രൊസീജിയർ ചെയ്യുന്നത് അതിനുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഒരാഴ്ച മുമ്പേ പോയിട്ട് എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഏതൊക്കെ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാട്ടോ. അപ്പൊ നമുക്ക് 4 സിറ്റുവേഷനാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പേപ്പറിനകത്തുണ്ട് നമ്മൾ എത്ര പേഷ്യന്റിനെ നോക്കണം എന്നുള്ളത്. അപ്പൊ അത് പ്രകാരം നമ്മൾ 4 കെയർ സിറ്റുവേഷൻ സെലക്ട് ചെയ്തു. അതായത് ഓരോ ഫ്ലീഗ് ഗ്രേഡ് വെച്ചിട്ട്, അതായത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 2 അങ്ങനെ 4 ഗ്രേഡ് വെച്ചിട്ടുള്ള
ഓരോ പേഷ്യൻസിനെ നമ്മൾ 4 പേഷ്യൻസിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് ഓരോ പ്രൊസീജിയർ വൈസ്. അപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഇൻസുലിൻ കൊടുക്കുക. ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വൂണ്ട് കെയർ ആയിരിക്കാം, ഒരു വൈറ്റൽ സയൻസ് ആയിരിക്കാം, ഒരു ബാത്ത് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫ്യൂഷൻ ആയിരിക്കാം, പൊസിഷൻ ചെയ്യുന്നതായിരിക്കാം, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് ഒരു എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ അങ്ങനെ 4 വൂണ്ട് എടുത്തു, മെഡിക്കേഷൻ എടുത്തു, ഇൻസുലിൻ എടുത്തു, വൈറ്റൽ സയൻസ് എടുത്തു. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ആരും നമ്മളോടൊന്നും ഇത് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റ് എടുക്കാൻ പാടില്ല, ഇന്ന പേഷ്യന്റ് എടുക്കാവുള്ളൂ. പിന്നെ ചിലതിന് മാത്രം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പാരന്ററൽ ഇൻഫ്യൂഷനിൽ. പക്ഷെ അത് ശരിക്കും അത് എനിക്കൊന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അർബൈറ്റ് കേബറിന് മാത്രമേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പാരന്ററൽ ഇൻഫ്യൂഷൻ കൊടുക്കുന്നതിന് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം എന്നൊക്കെയുണ്ട്, നമ്മൾ ചെയ്യേണ്ട എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ചോദിക്കണം കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ എടുക്കുന്നതിന് മുമ്പ്, അതായത് ഇൻഫ്യൂഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ അവിടെയുള്ള നമ്മുടെ എഡ്യൂക്കേറ്റർ ഉണ്ടല്ലോ, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, അവരോടൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാൻ എനിക്ക് ഇത് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. അത് നമ്മുടെ സേഫ് സൈഡിന് വേണ്ടി. കാര്യം ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാൻ 4 പേഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ കയ്യിൽ നിന്നും നമ്മൾ സൈൻ ചെയ്ത് മേടിച്ച് ഒരു പേപ്പറും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മാനുവൽ ഉണ്ടായിരുന്നു. അതായത് അതിനകത്ത് ഒരു 100-120ഓളം പ്രൊസീജിയറുകൾ, അതെല്ലാം ഫുള്ള് നമ്മൾ ഓരോന്നും നമുക്കറിയാം. അതായത് നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്റ്റേഷനിൽ ചെയ്തിട്ട് നമ്മുടെ നേഴ്സ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് ഡെയിലി കെയറിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാമെന്നുള്ളത് നമ്മുടെ ഷിഫ്റ്റ് ലീഡറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നേഴ്സിംഗ് എഡ്യൂക്കേറ്ററിന്റെ കയ്യിൽ നിന്നോ നമ്മളത് സൈൻ ചെയ്ത് ഫുൾ ആ മാനുവൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. അത് നമ്മൾ ആരുടെ കൂടെയാണോ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, ആരാണോ അത് കണ്ടത്, നമ്മളത് ചെയ്യുന്നത് ആരാണോ കണ്ടത്, അപ്പൊ അവരത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ നമുക്ക് പ്രൊസീജിയർ ബുക്ക് ഉണ്ടല്ലോ, അതുപോലെ സൈൻ ഇടുന്ന പോലെ ഇവിടെ അതുപോലെ കുറച്ച് അധികം പേപ്പറുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം സൈൻ ചെയ്യണമായിരുന്നു. അങ്ങനെ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നേക്കുന്ന ആ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒരു 100-120ഓളം കണ്ടീഷൻസ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജസ്റ്റ് ഓരോ ബുക്കിനകത്ത് ഓരോ ഹെഡിങ്ങുകളൊക്കെ എഴുതി വെച്ചിട്ട് പഠിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോയി ജസ്റ്റ് എല്ലാ കണ്ടീഷൻസും ഒന്ന് നോക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പരിചയം അല്ലാത്ത കുറേയൊക്കെ നമുക്ക് അറിയാലോ. ഇപ്പം എല്ലാത്തിൻ്റെ വാക്ക് വ്യത്യാസമുണ്ട്. ഫീവർ ആണെങ്കിൽ ഫീബർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫീവർ ആണെന്നുള്ളത്. ഇപ്പം ഷ്ലാഗൻഫാൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ, ആ ടെർമിനോളജി വ്യത്യാസം ഉണ്ടല്ലോ. ഷ്ലാഗൻഫാൾ എന്ന് പറയുന്നത് സ്ട്രോക്കിനെയാണ് ഷ്ലാഗൻഫാൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു വേർഡ് എന്തുവാന്ന് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് എല്ലാം ആ വേർഡുമായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആയി പോകണം. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും അങ്ങനെ തറവായിട്ട് കാണാൻ പഠിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കാണാപ്പാടം പഠിച്ചു വെക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം ഒന്നും നോക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കും. ഇപ്പൊ ഒരു ഡിസീസ് കണ്ടീഷൻ എടുത്താൽ ഇത് ഇന്നതാണ്, ഇത് ഏതൊക്കെ ഓർഗനെ ബാധിക്കും, ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും. അല്ലാതെ ഈ കാണാപ്പാടം പഠിച്ചിട്ട് നടക്കുന്ന കാര്യമില്ല അതൊന്നും. അങ്ങനെ കാണിച്ചാൽ പിന്നെ അവർക്ക് കാണാപ്പാടം അല്ല വേണ്ടത്. അവർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന ഓരോ ആൻസറും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നത് നമ്മൾ എന്താ ആക്ച്വലി ചിലപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ ശരിക്കും നമ്മുടെ വായ കൊണ്ട് പറയുന്നില്ലെങ്കിൽ അവർ അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇന്ന് നീ ആ സിറ്റുവേഷൻ നീ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താണ് പറയുന്നത്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ അറിയാതെ അതിന്റെ ആൻസർ എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാര്യം നമുക്ക് നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അതായത് നമുക്ക് ആ ഉത്തരം അറിയാം, പക്ഷെ അത് നമ്മൾ മറന്നുപോയോ അല്ലെങ്കിൽ അതിലോട്ട് ആ ഉത്തരത്തിലോട്ട് അവർ ഉദ്ദേശിക്കുന്ന ഉത്തരത്തിലോട്ട് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടോ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ ആ ഉത്തരത്തിലോട്ട് എത്തിച്ചോളും. കുറച്ച് ഹിന്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവർ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇപ്പം അഥവാ ഇനി ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ചോദിക്കണം. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ്, കാരണം നമ്മൾ ഹൗസ് ലാൻഡേഴ്സ് ആണ്, നമ്മൾ ഇവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല. അപ്പൊ അവർക്കത് അറിയാം, നമ്മുടെ ലാംഗ്വേജ് ബാരിയർ അവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് എനിക്കത് മനസ്സിലായില്ലോ ഒന്നും കൂടി പറഞ്ഞു തരും. അവർ നല്ല സൂപ്പറായിട്ട് ഏറ്റവും ലൈറ്റ് ആയിട്ട് പറഞ്ഞു തരും. മാത്രമല്ല ഒരു എക്സാമ്പിൾസ് വേണമെങ്കിൽ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ എക്സാമിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫിക്കൽട്ട് ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചില ഉത്തരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങളായിരിക്കത്തില്ല അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ ഈ പറഞ്ഞോണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അല്ല, അവർ നമ്മൾ അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ എക്സാം ടോട്ടലായി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രാക്ടീസ് അതിനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ഏകദേശം പ്രൊസീജിയർ വൈസ് ഒക്കെയാണ് കുറേയൊക്കെ നമ്മൾ ഫോളോ ചെയ്തു. പിന്നെ കുറേയൊക്കെ യൂട്യൂബ് ഓരോ ചാനൽസ് ഉണ്ടല്ലോ അതിലൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു നല്ല ടെൻഷൻ ഉണ്ടായത് അങ്ങനെ ഇങ്ങനെ ആയിരിക്കുമോ, ശരിയായിരിക്കുമോ, രോഷിലെ ആൾക്കാർ ചെയ്യുന്നവരായിരിക്കുമോ, തെറ്റാണോ ഇനി ചെയ്യുന്നത്, പൊട്ടുവോ, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കാരണം ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെ, ഇപ്പൊ നമ്മളിപ്പോ ഏത് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്കൊരു പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അതായത് നമ്മുടെ ആ ഫ്രം ദ ഫസ്റ്റ് ഡേ ടു അവസാനം വരെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതാണ് പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ആൾ. ആ ആളാണ് നമുക്ക് ഈ കണ്ടിന്യൂസ് പ്രൂഫിംഗ് എങ്ങനെയാണ്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതെല്ലാത്തിനും നമുക്ക് ഗൈഡൻസ് തരുന്നത് ഈ പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ നമ്മുടെ സെക്ടറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫാക്രാബ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ എഫ്ഐആറും വെച്ചിട്ട് കുറെയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. അല്ലാതെ ഒരു പക്കായിട്ട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വേറെ സ്റ്റേറ്റുകളിലുണ്ടായിരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലർക്കാണെങ്കിൽ ഇപ്പം മ്യൂണ്ടലിഷ്യ പ്രൂഫിങ്ങിന് അവർക്ക് വേറൊരു രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചിലർക്ക് ഡിസീസ് കണ്ടീഷൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചിലർക്കാണെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, എത്തിക്സിനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കൂടുതൽ ആൾക്കാർക്കും കണ്ടീഷൻസ് ആണ് ചോദിച്ചു കേട്ടത്. അപ്പം നമ്മൾ ഈ എത്തിക്സും ഒഴിവാക്കി വിടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേ, നമ്മൾ അതും ജസ്റ്റ് എന്തുവാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഷ്വൈഗെഫ്ലിസ്റ്റ് എന്താണ്, പിന്നെ പച്ചിനൻ ഫെർഫ്യൂഗുങ് എന്തുവാണെന്ന്, പിന്നെ ഐൻവില്ലിഗുങ് എന്താണ്, പിന്നെ ഫ്രൈഹൈറ്റൻസിൻ്റെ മാസ്നാമൻ അതെന്തുവാണ്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ലയൺ ഫ്ലീഗ് എന്താണ്, അങ്ങനെ എത്തിക്സിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ടോപ്പിക്കുകൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത്. അത് ജസ്റ്റ് ടീം ആർബിറ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ നോട്ട് ഫാൾ സിറ്റുവേഷൻ്റെ പിന്നെ തെറാപ്പീസ്, കൂടുതലായിട്ട് തെറാപ്പീസ് കുറച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഡിസീസ് കണ്ടീഷൻ ആയിട്ടല്ല, മെഡിസിൻ അല്ലാതെ വേറെ എന്ത് തെറാപ്പി നിങ്ങൾ ഇതിന് കൊടുക്കും, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് എല്ലാം ഒന്ന് നമ്മളൊന്ന് ഓടിച്ച് നോക്കി വിടുക. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റണം. അത് കാണാതെ പഠിച്ച് അതേപോലെ പറയണം എന്നല്ല, നമ്മുടെ വാക്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. അതായിരുന്നു ഞങ്ങളോട് വളരെ കുറവാണ് ഡിസീസ് കണ്ടീഷൻ ചോദിച്ചത്. 1-2 ക്വസ്റ്റിനൊക്കെ ഡിസീസ് കണ്ടീഷനിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനത്തെ ജനറലായിട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചത്. എത്തിക്സിനകത്തായിരുന്നു കൂടുതലും വന്നത്. പിന്നെ മ്യൂണ്ടലിഷ്യ പ്രൂഫിങ്ങിനകത്ത് ഞാൻ പറയുന്നത് ഒരു സിറ്റുവേഷൻ തരും, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളോട് അതൊന്ന് ഫുള്ളൊന്ന് കൺക്ലൂഡ് ചെയ്ത് സമൻഫാസം ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ അതിനുള്ള ഇമ്പോർട്ടൻ്റ് മുഴുവൻ അങ്ങ് പറയാതെ എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അവരോട് പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്കത് വായിച്ചിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായി. അതപ്പോൾ അവർക്ക് അത്രയൊക്കെ മതി. അവർക്ക് നമുക്കത് വായിച്ചിട്ട് മനസ്സിലായോ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം, അപ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ അതാണ് അത്രയേ ഉള്ളൂ മ്യൂണ്ടലിഷ്യ പ്രൂഫിങ്ങിനകത്ത്. പിന്നെ കുറേ നമ്മളിപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച് പഠിച്ചു വെച്ചിരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ COPD ഇമ്പോർട്ടൻ്റ്, ഷ്ലാഗൻഫാള്, CA, പിന്നെ ന്യൂമോണിയ, പിന്നെ CVI, പിന്നെ ഡയബറ്റിസ് മെലിറ്റസ്, ആസ്മ, പിന്നെ പെയിൻ മാനേജ്മെന്റ് നോക്കിയായിരുന്നു. പെയിൻ മാനേജ്മെന്റ്, പിന്നെ GCS എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. GCSൻ്റെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അത് എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം എന്നില്ല, അത് ഓരോ സിറ്റുവേഷൻസ്. പീഡിയാട്രിക്കിനകത്ത് ഫീവർ ആയിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അത് പറഞ്ഞു ഓൾറെഡി. മറ്റുള്ളവർ ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്തൊക്കെ, അതായത് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, നമുക്ക് മെയിനായിട്ട് പ്രാക്ടിക്കലിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ചെയ്താലും എന്ത് ചെയ്താലും പേഷ്യന്റ് അത് ഹാർംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യരുത്. അപ്പം എന്ത് ചെയ്താലും നമ്മൾ കെയർഫുൾ ആയിരിക്കണം, പേഷ്യന്റിനോട് പറയുകയും വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. പേഷ്യന്റിന്റെ പെർമിഷൻ നമുക്ക് എന്ത് ചെയ്താലും ആവശ്യമാണ്. പേഷ്യന്റ് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത്, വേണ്ട. പരീക്ഷയാണെങ്കിലും എന്താണെങ്കിലും
അത് ചെയ്യേണ്ട. പേഷ്യൻ്റ് നോ പറഞ്ഞുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് എന്തെങ്കിലും പേഷ്യൻ്റ് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ പേഷ്യൻ്റെ ബെഡ് പൊക്കി വെച്ച് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കംഫർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറന്നു നമ്മൾ തിരിഞ്ഞു പോയി എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ബെഡിൽ നിന്ന് കുറച്ച് മാറി, അപ്പോൾ അത് പേഷ്യൻ്റ് അത് എക്സാമിന് നോട്ട് ചെയ്യും. കാരണം നമ്മൾ ബെഡ് പിന്നെ താഴോട്ട് ആക്കില്ല. അങ്ങനത്തെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കും അവർ. എല്ലാം ശ്രദ്ധിക്കും. നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നത് ശ്രദ്ധിക്കും. പിന്നെ ഫ്ലേക്ക് ആൻഡ് ഡിസിൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ കാര്യത്തിൽ. അതെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പേഷ്യൻറ്റിനോട് മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്യുക, ഞാൻ ഇന്നതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മളെ കാര്യം ചെയ്യാൻ. കമ്മ്യൂണിക്കേഷൻ ഒരു ത്രൂ ഔട്ട് പ്രൊസീജിയർ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, സെൽഫ് റിഫ്ലക്ഷൻ. ഈ സമയത്ത് നമ്മളോട് ചോദിക്കും, കാര്യം നമ്മുടെ ഒപ്പം തന്നെ അവരുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, എക്സാമിനോട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അവർ ചോദിക്കും, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നമ്മളോട് ചോദിക്കും. നമ്മൾ സെൽഫ് വാലുവേറ്റ് ചെയ്യാൻ പറയും. അതെ, ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റ് ഓപ്പണായിട്ട് തന്നെ പറയുക. നമ്മൾ അതിനകത്ത് ബൂസ്റ്റ് ചെയ്യാൻ നോക്കരുത്. കാര്യം അവർക്കറിയാം നമ്മൾ ചെയ്ത തെറ്റ് ഇന്നതൊക്കെയാണെന്ന്. നമ്മളും അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്ത തെറ്റ് എന്തുവാന്ന്. എന്നിട്ട് പറയണം, ഞാൻ ഇന്ന സമയത്ത് ഇന്ന കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ ചെയ്യാൻ മറന്നുപോയി, എനിക്കറിയാം അത് ഇങ്ങനെ ചെയ്യരുതെന്നുള്ളത്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കൊണ്ട് ഞാനത് മറന്നു പോയതാണ്. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കും. അപ്പം അവർക്ക് മനസ്സിലാകും, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, തെറ്റ് തിരുത്താൻ ശ്രമിക്കും എന്നുള്ളത്. അല്ലാതെ ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അങ്ങനെയെന്ന് പറഞ്ഞാൽ അറിയാതെ. കാര്യം നമ്മൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടാവും, അത് നമുക്കും മനസ്സിലാവും ആ സമയത്ത്. എല്ലാവരും മനുഷ്യരാണ്, അവർക്കത് അറിയാം. എല്ലാവരും മനുഷ്യരാണ്, ആർക്കാരും തെറ്റ് സംഭവിക്കും. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്ത് തെറ്റാണ് അത്രയും മതി, വേറൊന്നും. അതെ, പിന്നെ മാക്സിമം കാമായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടെടുത്തോളം ഒരു 80% ആൾക്കാരും പാസ്സാകുന്നുണ്ട്. നമുക്ക് 2 അറ്റംപ്റ്റ് ആണുള്ളത്. പക്ഷെ ഒന്നാമത്തെ അതിൽ പാസ്സായിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. രണ്ടാമത്തേനകത്ത് ഉറപ്പായിട്ടും പാസ്സാകും. ഡോക്യുമെന്റേഷൻ്റെ സമയത്ത് ഇപ്പം 4 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഒരു വൂണ്ട് കെയർ ചെയ്യാനും ഒരു വൈറ്റൽ സയൻസും ഒരു നോർമൽ കെയറും പിന്നെ ഇൻസുലിനും ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഇൻസുലിൻ കൊടുക്കാനുമായിരുന്നു. അപ്പം നമ്മൾ ഓരോ പേഷ്യൻ്റെ അടുത്ത് പോയി പേഷ്യൻ്റെ ഡോർ തട്ടി അകത്ത് കയറി പേഷ്യൻറ്റിനോട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. പേഷ്യൻറ്റിനോട് നമ്മൾ പറയാം, നാളെ എൻ്റെ പരീക്ഷയാണ്, അപ്പം ഞാനാണ് നിങ്ങൾക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഉള്ള കാര്യം നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞ് എടുത്തിട്ടാണല്ലോ നമ്മൾ അന്നത്തെ ദിവസം പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പം സാധാരണ ചെയ്യുന്നതാണ് ഡോർ നോക്ക് ചെയ്തു അകത്ത് കയറി പേഷ്യൻറ്റിനെ ഗ്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്തെന്ന് വെച്ചാൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ഞാനിപ്പോൾ ഷുഗർ നോക്കാൻ പോവാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് ഷുഗർ ചെക്ക് ചെയ്തു. ഇൻസുലിന് ഇപ്പം എടുക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ കൊണ്ടുപോകുന്നില്ല, ഏത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അഡ്വൈസ്, അതായത് നമ്മുടെ റൈറ്റ്സ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് പേഷ്യൻ്റെ മെഡിസിൻ എല്ലാം അവരുടെ നമുക്കറിയാം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പ് വെച്ച് ചെയ്യുക. പേഷ്യൻറ്റിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ആ സമയത്ത് വന്ന് നമ്മൾ എന്താ ചെയ്യുന്നുള്ളത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം. പക്ഷേ നമുക്ക് ഡോയ്ഷിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ എന്ത് കെയറാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ നേരത്തെ അത് തന്നെ ജസ്റ്റ് ആ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് പോവുക. ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, പേഷ്യൻറ്റ് നമ്മുടെ കൂടെ തന്നെ കോപ്പറേറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. പിന്നെ ചിലവരെ ഇഷ്ടമാണ്, ചിലർ അതെനിക്ക് എഴുതാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെ തീരുമാനം എടുക്കുന്നവർക്ക് അങ്ങനെ എഴുതാം. ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടാണ് പോയത്. അന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്യും നമ്മൾ എന്തോ ഡോക്യുമെൻറ്റേഷൻ ചെയ്തെന്നുള്ളത് ചെക്ക് ചെയ്യും. എൻ്റെ ഒരു കേസിൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് സെൽഫ് റിഫ്ലക്ഷന് മുമ്പായിട്ട് ഞങ്ങളുടെ പ്രൊസീജിയറിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചായിരുന്നു. ഓറൽ കൂടാതെ തന്നെ പ്രാക്ടിക്കലിനൊന്നും കുറച്ച് ഓറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. പക്ഷെ അത് ഡിപ്പെൻഡ് അപ്പം നമ്മുടെ പ്രൊസീജിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ അവർ ചോദിക്കുന്നത് നമ്മൾ ആൻസർ പറയുക. ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം എൻ്റെ പേഷ്യൻറ്റിന് പേസ് മേക്കർ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ലിങ്ക് സൈഡിൽ ബ്ലൂടൂത്ത് നോക്കാതെ റെസ്റ്റ് സൈഡിൽ നോക്കി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫേസ് മേക്കർ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു തലയിലിരിക്കുന്നത് അങ്ങനെയാണ്, ആ സൈഡ് നോക്കാൻ പറ്റില്ല, ഇപ്പുറ സൈഡ് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടില്ല, അതെൻ്റെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഏത് സൈഡ് നോക്കിയാലും ഇഗാലാണ്, പക്ഷെ എന്നാലും നിനക്ക് ആ ലിങ്ക് സൈഡ് തന്നെ നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവർ കറക്റ്റ് ചെയ്യാൻ ഫുള്ളായിട്ട് ഫെയിലർ എന്ന് പറയുന്നില്ല, പക്ഷെ അവർ കറക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതെ, പിന്നെ അത് കഴിഞ്ഞിപ്പോൾ 2 ദിവസം ഇപ്പം ഇംഗ്ലീഷ് പ്രൂഫിങ്ങും പ്രാക്ടീസ് പ്രൂഫിങ്ങും ചിലപ്പം ചിലർക്ക് 2 ദിവസമായിരിക്കും, ചിലപ്പം 1 ദിവസം തന്നെ ആയിരിക്കും. 2 ദിവസം ആകണമെന്ന് നിർബന്ധമില്ല. അത്
ചിലപ്പം ഒരു ദിവസം ഇന്നത്തെ ദിവസം പ്രാക്ടിക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു 3-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ന്യൂട്രിഷൻ ഉണ്ടാവുക. അത് ഒരു ദിവസവും ആകാം, പല ദിവസങ്ങളിലും ആകാം. ഇനി പരീക്ഷ കഴിഞ്ഞ് താങ്കളുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഏത് സെക്ടറിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഹോസ്പിറ്റൽ ഓർഡർ ആൾട്ടൻഹൈം. ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാനാണ് കാര്യം. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. പിന്നെ ഭാവി പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർക്കുണ്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഊർക്കുണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അത് ആ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്രാങ്കൻ ഹൗസിലോട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാമിലീനെ കൊണ്ടുവരണം. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമെടുക്കും. ഭാവിയിൽ പരീക്ഷ എഴുതുന്നവർക്കായി താങ്കൾക്ക് നൽകാൻ കഴിയുന്ന പ്രധാന ഉപദേശം എന്താണ്? അപ്പോൾ കുറേ പേര് ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമോ എന്നുള്ളത്. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് കുറേ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമാണ്. അപ്പം ഉപദേശം എന്നല്ല, നമ്മൾ മാക്സിമം നമുക്ക് ഇവിടെ ഇംഗ്ലീഷിൽ നിന്നൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ ഡോയ്ഷിൽ. അപ്പം എല്ലാ സംഭവങ്ങളും ഇന്നതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മളോട് ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ പറയാനല്ല അവർ പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്തോന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈവൻ ദോ ഡെഫിനേഷൻ ചോദിച്ചാലും അത് എന്താണെന്നും ജസ്റ്റ് പറയാം. അത് ഒരു 2 വാക്കിൽ പറഞ്ഞാലും അവർക്ക് അത് ഓക്കെ ആണ്, കുഴപ്പമില്ല. അല്ലാതെ ബുക്കിലെ പോലെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങനെ പറയുമൊന്നും വേണ്ട. അവർക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ മെയിനായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അവർ നമുക്ക് പറഞ്ഞു തരും ഉറപ്പായിട്ട്. നമ്മളെ ഉത്തരത്തിലോട്ട് എത്തിക്കാൻ ശ്രമിക്കും. ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഇനിയും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനോ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഓൾ. ബൈ.